ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. കട്ടിംഗ് ബോർഡും കുറേ നാളായി ചിക്കനുമായിട്ട് വന്നിരിക്കണം. ഇതൊരു വലിയ ചിക്കൻ കറിയൊന്നും അല്ല കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതൊരു സ്നാക്ക് പോലെ കഴിക്കാൻ പറ്റിയൊരു കാര്യം, അതായത് ചിക്കൻ പക്കോടാസ്. പക്കോടാസ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം, ചിക്കൻ പക്കോടാസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഏതൊരു കാര്യത്തിനും എന്താ പറയുക, ഈവനിങ് ഒരു സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടോ ഡിന്നറിൻ്റെ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ ചെയ്യാമെന്നല്ലേ ചിക്കൻ പക്കോടാസ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു 250 grams, അതായത് 1/4 കിലോ ചിക്കൻ്റെ അളവിന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണെങ്കിൽ നല്ലത്, കാര്യം നല്ല ഫ്ലഷി ആയിട്ടുള്ള ഭാഗമായിരിക്കും. അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം, ചെറിയ സ്ക്വയർ പീസസ് പറ്റുന്നിടത്തോളം. പിന്നെ കുറച്ചൊരു ബാറ്ററിന് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വറുത്ത് വരുന്നത്. ഓക്കെ, ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, അധികം സമയം ഞാൻ നീട്ടുന്നില്ല, കത്തിയെടുക്കട്ടെ. ബ്രസ്റ്റ് പീസ് ആണ്, അപ്പോൾ അതിനെ നമ്മളിങ്ങനെ രണ്ടാക്കിയിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസാണ് വേണ്ടത് ചിക്കൻ പക്കോറാസിന്. ചെറിയ ബൈറ്റ് സൈസ് പീസാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒറ്റ പ്രാവശ്യം വായിലിട്ടാൽ ഒന്നിച്ച് ചവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇനി വെജിറ്റേറിയൻസിന് വിഷമം തോന്നും, ഞാനിപ്പോൾ ഇങ്ങനെ ചിക്കൻ്റെ വിഭവം കാണിക്കും, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പനീറിൽ ചെയ്യാം. ഇപ്പോൾ ചിക്കന് പകരം പനീർ എടുക്കുക, അല്ലെങ്കിൽ കോളിഫ്ലവറിൽ ചെയ്യാം, അല്ലെങ്കിൽ കത്തിരിക്കയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ വെജിറ്റബിളിൽ ചെയ്യാം, തോഫൂല് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയാൽ മതി. ചിക്കൻ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ചിക്കന് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ ഏത് കാര്യത്തിനും. അങ്ങനെ അപ്പോൾ ചിക്കൻ പീസസ് നന്നായിട്ട് കണ്ടല്ലോ ഞാൻ കട്ട് ചെയ്ത രീതി. എന്നിട്ട് ഞാൻ വീണ്ടും കഴുകി എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. നോക്കിക്കോളൂ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ചിക്കൻ പക്കോടാസ്. ഓക്കെ, ആദ്യം ചിക്കൻ്റെ പീസസ് ഇട്ടിട്ട് അതിനകത്തേക്ക് ഇഞ്ചി അരച്ചത്, ജിഞ്ചർ പേസ്റ്റ് 1.5 ടീസ്പൂൺ. ഓക്കെ, പിന്നെ ഗാർലിക് പേസ്റ്റ് അതും 1.5 ടീസ്പൂൺ. വെളുത്തുള്ളി അരച്ചതും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പിരിയൻ മുളക് പൊടി ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ്, ഇതിന് ഒരുപാട് എരിവൊന്നും വേണ്ട, പക്കോറാസായിട്ട് കഴിക്കാനല്ലേ. 1.5 ടീസ്പൂൺ. ഓക്കെ, പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. മസാലയുടെ മണം ഇങ്ങനെ കയറി നിൽക്കണം, അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. ഇനി വേണ്ടത് കോൺഫ്ലവർ, റൈസ് ഫ്ലവർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കോൺഫ്ലവർ നമ്മളിതിൽ കൂടുതൽ ചേർക്കും. അരിപ്പൊടി നമ്മൾ കുറച്ച്, അതായത് അരിപ്പൊടി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. റൈസ് ഫ്ലവർ അതുപോലെ കടലമാവ് നമ്മൾ 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കണം. കടലമാവ് പക്കോറാസ് ആയതുകൊണ്ട് കടലമാവിന് ഇച്ചിരി പ്രസക്തിയുണ്ട്. 1 ടേബിൾ സ്പൂൺ. കോൺഫ്ലവറാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. കോൺഫ്ലവർ 3 to 4 ടേബിൾ സ്പൂൺ വരെ ആകാം. 1, 2, 3 നോക്കിയിട്ട്, നാലാമത്തെ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഓക്കെ, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഉപ്പ്, പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, കാര്യം ഓപ്ഷണലാണ്. ഇതിന് നല്ലൊരു ഓറഞ്ച് റെഡ് കളറ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫുഡ് കളറും കൂടി വേണ്ടി വരും. എന്തായാലും ഇതിപ്പോൾ ആദ്യത്തെ ഒരു മിക്സിങ് ഞാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ചിക്കനിലുള്ള കുറച്ച് ഈർപ്പമൊക്കെ ഉണ്ടാകും, അത് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലൊരല്പം വെള്ളം കൂടി ഞാൻ ചേർക്കാൻ പോണു. ഈർപ്പം കുറവായിരുന്നു, ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിരുന്നു. ഇനി ഒരല്പം വെള്ളം കയ്യിലെടുത്തിട്ട് ആവശ്യാനുസരണം. ഇനി നമുക്ക് കോൺഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ചതും കൂടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ആണല്ലോ ചേർത്തത്, അപ്പോൾ ഇനി 1 ടേബിൾ സ്പൂൺ കൂടി ആകും. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അല്പം വെള്ളം കൂടെ, അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ഇതിലൊഴിച്ചു. അത് നോക്കുക നിങ്ങൾ ആ ചിക്കനിലുള്ള ഈർപ്പം അനുസരിച്ചിട്ട്, ഒരുപാട് ലൂസാക്കണ്ട, ഈ രീതിയിൽ കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഭയങ്കര നല്ലൊരു കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ
കുറച്ച് ഓറഞ്ച് റെഡ് കളറും കൂടി ചേർക്കണം. ഓക്കെ, ഇപ്പോൾ കളർ മാറുന്ന കാഴ്ച കാണാം. ഇത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. ഓപ്ഷണൽ. കടകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് കടയിൽ കിട്ടുന്ന അതേ കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇച്ചിരി കളറും കൂടി ചേർക്കേണ്ടി വരും. ഓക്കെ, ഫൈനൽ സ്റ്റേജ് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഒരുപാട് ലൂസായിട്ടല്ല, പക്ഷെ നല്ലൊരു കവറിങ് ഉണ്ടാകണം. ഇത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. അത് അതുപോലെ തന്നെ ചേർക്കുക. കളർ മാത്രം നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ഇത്രയും കളർഫുൾ ആക്കണ്ട എന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതൊരു മാരിനേഷൻ മിക്സാണ്, മാരിനേഷൻ കം ഫൈനൽ മിക്സാണ്. പിന്നെ ഇത് കുറച്ച് നേരം വെച്ചിരുന്നാൽ ഏറ്റവും നല്ലത്. ഏകദേശം ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ ഏറ്റവും നല്ലത്. ഓക്കെ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ? അത് മതി. അപ്പോൾ ഏകദേശം അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കി, ഇത് ഏതെണ്ണയിലും ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിലാകാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും, കടല എണ്ണയിലോ ഒക്കെ ആകാം, ഗ്രൗണ്ട് നട്ട് ഓയിലോ. തുടങ്ങാം അല്ലേ? എണ്ണ ചൂടാക്കാം. വറുക്കാൻ ആവശ്യമായ എണ്ണ അത്ര മതി. ഓക്കെ, ഇത്ര തന്നെ വേണ്ട ആക്ച്വലി. ഈ അടുപ്പിൽ വെച്ച എണ്ണ നല്ലോണം ചൂടായിപ്പോയി. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റുകയാണ്. കാര്യം നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിലാണിത്. നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് കൊണ്ടുവന്ന് ചൂട് കുറച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഉള്ളൊക്കെ വേഗണ്ടേ, ചിക്കൻ്റെ ഉള്ളു വേഗണം, പുറമേ നല്ല ക്രിസ്പി ആകണം, ഒക്കെയാണ് കാര്യം. പ്ലേറ്റും കൂടി എടുത്തിട്ട് വരാം കോരി വയ്ക്കാൻ. ഓക്കേ, കണ്ണാപ്പ എല്ലായിടത്ത് തന്നെ ഉണ്ട്, പ്രശ്നമില്ല. അപ്പോൾ തീയെല്ലാം ഇപ്പോൾ കറക്റ്റ് ഞാൻ കുറച്ച് വെച്ചിട്ട് അല്പസമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. കാര്യം നല്ല ചൂടായി കിടക്കുമായിരുന്നു. അപ്പോൾ ഓക്കെയാണിപ്പോൾ. കുറച്ചുകൂടി ചെറിയൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വറുത്താലും ഓക്കെയാണ്. വലിപ്പമായിപ്പോയി പാത്രം, അത്രേ ഉള്ളൂ. സോ അവർ ചിക്കൻ പക്കോറാസ് ഇസ് ഗെറ്റിംഗ് റെഡി. പെട്ടെന്നാകും. അതൊക്കെ ഒരു ഫാസ്റ്റ് കുക്കിങ്ങിൻ്റെ സംഭവമാണ് ആക്ച്വലി. നോക്കി, അതിൻ്റെ കളറെല്ലാം വെരി കളർഫുൾ. ഇപ്പം നന്നായിട്ട് കണ്ടോ, ഇങ്ങനെ ഈ എണ്ണയുടെ തിളക്കിൽ ബബിൾസിൻ്റെ ആ ഒരു ശബ്ദവും വ്യത്യാസവും ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ക്രിസ്പി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് നല്ല പെർഫെക്റ്റ്ലി ഡൺ. ഓക്കെ, പ്ലേറ്റിലേക്ക് വയ്ക്കാം. ശബ്ദം കേൾക്കുന്നുണ്ടോ ആ ക്രിസ്പിനെസ്സിൻ്റെ? അങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല, ഇരിക്കുമ്പോൾ ശരിയാകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത സെറ്റ് ഇടാം. ഇനി ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിയുമ്പോൾ തീരും. ശരിക്കും ഇത് സ്മോൾ ക്വാണ്ടിറ്റി 250 grams അല്ലേ ഞാൻ കാണിച്ചുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 1/2 കിലോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്കൊരു ഈവനിങ് പാർട്ടിയോ എന്തെങ്കിലും വീട്ടിലൊക്കെ നടത്തുകയാണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ടായിട്ട് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ വെറുതെ ചായയുടെ കൂടെ കുറിക്കാനും നല്ലതാണ്. അങ്ങനെ വെറുതെ കഴിക്കാനും കൊള്ളാം. കുട്ടികൾക്ക് വളരെ ഇഷ്ടം. നമ്മൾ ഈ KFCയിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി നമ്മൾ ബർഗേഴ്സ്, പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ചിക്കൻ പോപ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കില്ലേ, അതൊക്കെ വലിയ ഇഷ്ടമല്ലേ കുട്ടികൾക്ക്. അതൊന്നും പക്ഷേ അത്ര സ്പൈസി ഒന്നും അല്ലല്ലോ. പക്ഷേ ഇത് നല്ല സ്പൈസിയാണ്. നമ്മുടെ ഒരു നാടൻ ഒരു ചിക്കൻ പോപ്സ് പോലെ ഇത് പറയും. സെക്കൻഡ് ലോട്ടും എടുക്കാൻ പോകുന്നു. എന്താ മണം എന്നറിയോ? ഇതിങ്ങനെ മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, ഒരു രക്ഷയില്ലാത്ത മണമാണ്. ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം, സൂപ്പറായിരിക്കും. കഴിഞ്ഞു. ഓക്കെ, എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. അത് കളർ ചേർത്തോണ്ടാണ് കേട്ടോ ഇത്രയും കളർ കിട്ടി, അല്ലെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല.
ഇത് സാധാരണയായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും ഒക്കെ പോകുമ്പോൾ കൂടുതലും എന്താ പറയുക സൗത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തമിഴ്നാട്ടിലോ ഈവൻ കേരളത്തിൽ തന്നെ പല സ്ഥലം ചെറിയ തട്ടുകടകളിൽ പോലും ഇങ്ങനെ കുറേ ഇറച്ചിയൊക്കെ ഇങ്ങനെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടാവും, മീൻ ഇറച്ചിയെല്ലാം ഹോട്ടായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വറുത്ത് കൊടുക്കാൻ. അതിലൊരു ഐറ്റമാണ് ഈ ചിക്കൻ പക്കോറാസ്. അവരെല്ലാം ഇങ്ങനെ മസാല പുരട്ടി ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ ആൾക്കാർ ചെല്ലുന്ന സമയത്താണ് വറുത്ത് കോരി കൊടുക്കും. ഇത് ചൂടായിട്ട് തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇറ്റ്സ് ഈസി ടു മേക്ക്. നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതിലേക്ക് മാറ്റാൻ പോണു. ഓക്കെ, ഇത് 250 ഗ്രാം അളവ്, 1/4 കിലോ. കഴിച്ച് തുടങ്ങാല്ലേ. കരുകരുപ്പുള്ള ചിക്കൻ പക്കോറാസ്. ഒരിക്കലും വിഷമിക്കരുത് വെജിറ്റേറിയൻസ്. കാര്യം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കോളിഫ്ലവർ, ഞാൻ പറഞ്ഞല്ലോ, പനീർ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ചുകൊണ്ടേയിരിക്കും. ടെക്സ്ചർ കാണിക്കട്ടെ. ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പുറം നല്ല കരുപ്പ്. ഇതാണ് വേണ്ടത്. ഓക്കെ, കരുപ്പ് നല്ല ടേസ്റ്റാണ്. ശരിക്കും നല്ല ജിഞ്ചർ, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്കോറാസായിട്ട് കടലമാവും അരിപ്പൊടി അതിൻ്റെ ആ ക്രിസ്പിനെസ്സിന് കോൺഫ്ലവറും എല്ലാം കൂടെ പെർഫെക്റ്റ്. ഇപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാം. ഹോട്ട് ആൻഡ് സോർ ചില്ലി, ടൊമാറ്റോ സോസ്, അല്ലെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടല്ലോ, ടൊമാറ്റോയുടെ കെച്ചപ്പ് പോലെ, അത് നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സോസിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ നിർത്തി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു തന്നെ ഞാൻ വിചാരിക്കട്ടെ ഈ വീഡിയോ. സാധാരണ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ അധികം എന്താ പറയുക വ്യൂസ് അധികം കിട്ടാറില്ല. കാര്യം പൊതുവേ എനിക്ക് തോന്നിയിട്ടുണ്ട് വെജിറ്റേറിയൻ ഐറ്റമാണ് കൂടുതൽ ആളുകൾ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എങ്കിലും ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ ഇങ്ങനെ സെലക്റ്റീവായിട്ടാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് തരാം. അപ്പോൾ വെജിറ്റേറിയൻസും ഇത് തന്നെ ഉണ്ടാക്കി നോക്കുക. സെയിം ബാറ്റർ, എവറിത്തിങ് സെയിം എക്സെപ്റ്റ് ചിക്കൻ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കാര്യം ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്തൊക്കെയാണ് ഞാൻ എല്ലാ ദിവസവും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലൈക്ക്, കമൻറ്റ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് എലൻ വ്ളോഗ്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണാനായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിലേക്ക്, ആൻഡ് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക, ആൻഡ് ബി പാർട്ട് ഓഫ് എലൻ വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.